മാഡം, വാക്സിനേഷന് ശേഷം കുഞ്ഞിന് എന്തൊക്കെ സൈഡ് എഫക്ട് നമ്മൾ ശ്രദ്ധിക്കണം? വാക്സിനേഷൻ എടുത്തു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ എല്ലാ അമ്മമാരുടെ അടുത്തും പറയണം, കുഞ്ഞുമായിട്ട് ഒരു 15 മുതൽ 20 മിനിറ്റ് ഹോസ്പിറ്റലിൽ ഇരിക്കാൻ. ഒബ്സർവേഷൻ മസ്റ്റ് ആണ്. അതുപോലെ വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ മിക്ക കുട്ടികൾക്കും പനി വരും. പനി വന്നാൽ ഏകദേശം ഒരു ചിലപ്പോൾ ടെമ്പറേച്ചർ 104 ഡിഗ്രി വരെ വരുന്ന വാക്സിൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ പനി വന്നു കഴിഞ്ഞാൽ പേടിക്കേണ്ട കാര്യമില്ല. പാരസെറ്റമോൾ കൊടുക്കുക, തുടച്ചു കൊടുക്കുക. പനി കുറയുന്നുണ്ടെങ്കിൽ പേടിക്കേണ്ട. പക്ഷെ പനി കുറയാതെ നിൽക്കുന്നെങ്കിൽ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ ഭയങ്കര കരച്ചില്, ഇൻകൺസോളബിൾ ക്രൈ, നമ്മൾ സമാധാനിപ്പിച്ചാലും കുഞ്ഞ് കരച്ചിൽ നിർത്തുന്നില്ല. അതുപോലെ വാക്സിൻ എടുത്ത സ്ഥലത്ത് തടിപ്പുണ്ട്. തടിപ്പ് വരാതിരിക്കാൻ നമുക്ക് ആ വാക്സിൻ എടുത്ത ശേഷം ഉടനെ തന്നെ നമുക്ക് ചെറിയ ഐസ് പാക്ക് വയ്ക്കാവുന്നതാണ്. ഇനി അതിനുശേഷം വീട്ടിൽ പോയ ശേഷം തുടർച്ചയായിട്ട് ഐസ് പാക്ക് വയ്ക്കണം നിർബന്ധമില്ല. നമ്മൾ സാധാരണ വെള്ളത്തിൽ, തണുത്ത വെള്ളത്തിൽ തുണി മുക്കി കാലിന്റെ പുറത്ത് തടിപ്പുള്ള സ്ഥലത്ത് ഇട്ട് കൊടുത്താൽ മതിയാവും. ഇനി ആ തടിപ്പ് വരുന്നു, തടിപ്പ് കൂടിക്കൂടി വരുന്നു, കുഞ്ഞ് കാല് അനക്കുന്നില്ല. ചിലപ്പോഴൊക്കെ ഇൻഫെക്ഷൻ ആ സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ, ഇൻഫെക്റ്റഡ് ആയി കഴിഞ്ഞാൽ കുഞ്ഞ് കാല് പിന്നീടുള്ള ദിവസങ്ങൾ അനക്കാതെ വരും. അതും ശ്രദ്ധിക്കണം. പിന്നെ കുഞ്ഞിന് ദേഹത്ത് തടിപ്പോ റാഷോ വരുന്നു, അതുപോലെ അമിതമായി കുഞ്ഞ് ഉറങ്ങുന്നു, പാലൊന്നും കുടിക്കുന്നില്ല, ഡ്രൗസി ആയിരിക്കുന്നു, ഫിറ്റ്സ് വരുന്നു, കുഞ്ഞുങ്ങൾക്ക് ഛർദില്, വയറിളക്കം തുടർച്ചയായിട്ട് കാണുന്നു, മലത്തിൽ രക്തം കാണുന്നു. അപ്പൊ ഇതൊക്കെ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം. വാക്സിനേഷന് ശേഷം ഉള്ള അടുത്ത ദിവസങ്ങൾ ഇങ്ങനെ കാണിക്കുകയാണെങ്കിൽ ഉടനെ തന്നെ നിങ്ങൾ കാണിക്കുന്ന പീഡിയാട്രിഷ്യനെ കണ്ടിട്ട് അതിനൊരു സൈഡ് ഇഫക്ട്സ് ആണോ എന്ന് ചെക്ക് ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്.